ഓരോ തിരഞ്ഞെടുപ്പിലും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. അഭിപ്രായങ്ങൾ നിർഭയം രേഖപ്പെടുത്താനും ഓരോരുത്തരുടെയും ബോധ്യങ്ങൾക്കനുസരിച്ച് നിലപാട് സ്വീകരിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. ആ അവകാശം മാനിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാവുക. ഇന്ന് ആമുഖമായി ഇത് പറയാൻ കാരണം ഇന്നലെയും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും ഒരു ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്താകെ അത് ശ്രദ്ധിക്കുകയും ആളുകൾ അഭിപ്രായം പറയുകയും നിലപാട് പ്രഖ്യാപിക്കുകയും എല്ലാം ചെയ്യും, സ്വാഭാവികമാണ്. എന്നാൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മുടെ നാട് ആദരിക്കുന്ന കലാസാഹിത്യ രംഗത്തുള്ളവരെ അധിക്ഷേപിക്കാനും അവരെ തെറി വിളിക്കുക, അശ്ലീലം പറയുക, ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ കേരളത്തിൻ്റെ സാംസ്കാരിക ബോധത്തെ തന്നെ വെല്ലുവിളിക്കുന്നത് പോലെ വളർന്നു വരികയാണ്. പ്രത്യേകിച്ചും വനിതകളായിട്ടുള്ളവരെ. ഞാൻ ഇന്നത് ആമുഖമായി തന്നെ പറയാൻ കാരണം, ഇവിടെ ഒരു പരിപാടിയിൽ പ്രശസ്ത എഴുത്തുകാരി, ആമുഖങ്ങളും മുഖവരിയും ഒന്നും ആവശ്യമില്ലാത്ത വിധം മലയാളി വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന എഴുത്തുകാരിയാണ് ശ്രീമതി KR മീര. മീര ഒരു നിലപാട് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവർ നിരന്തരം ആക്രമിക്കപ്പെടുന്നു. സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിധം UDF സൈബർ ഹാൻഡിലുകൾ അവരെ ആക്രമിച്ച് നിശബ്ദയാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നിലമ്പൂർ ഐഷ അതുപോലെ തന്നെ നേരിടേണ്ടി വന്ന, ശരിക്കും മലയാള നാടകവേദിയുടെ മാത്രമല്ല മലയാളി സമൂഹമാകെ സ്നേഹാദരങ്ങളോടെ ഒരു മാതൃസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള കലാകാരിയാണ് നിലമ്പൂർ ഐഷ. അപ്പോൾ നിലമ്പൂർ ഐഷ നേരിടേണ്ടി വന്നിട്ടുള്ള അധിക്ഷേപം അത് മീരയുടെ കാര്യത്തിലും ആവർത്തിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങളെ എഴുതാൻ പോലും അനുവദിക്കില്ല എന്ന തരത്തിലൊക്കെയാണ് അധിക്ഷേപങ്ങൾ വരുന്നത്. ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ആക്രമണ ഭീഷണി ഉയർത്തിയുമൊക്കെ നിശബ്ദരാക്കാനാണ് ശ്രമം. അത് ജനാധിപത്യത്തിന് അന്യമാണ്. ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തതൊന്നും നിങ്ങൾ ചെയ്തുകൂടാ എന്ന ഒരു നിലപാടാണ് UDF സൈബർ ഹാൻഡലുകൾ സ്വീകരിക്കുന്നത്. അത് മുഖമില്ലാത്ത ഏതെങ്കിലും വ്യാജന്മാർ മാത്രമല്ല, അതിനെ പിന്തുണയ്ക്കുകയും അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ചിലരുടെയും പ്രതികരണം. ആ പ്രതികരണം കൂടിയാണ് ഇതിന് ബലം വയ്ക്കുന്നത്, ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. എനിക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, നേതൃത്വമാവണം. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ, സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത തെറിയഭിഷേകങ്ങളെയൊക്കെ തള്ളിപ്പറയാൻ തയ്യാറാവണം. അങ്ങനെ ഒരു ഉറച്ച നിലപാട് അവർ സ്വീകരിച്ചാൽ മാത്രമേ ഇത് അവസാനിക്കൂ. ഇപ്പോൾ UDFന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചവരുണ്ട്. ഒരു ചലച്ചിത്ര നടൻ തന്നെ അവരുടെ റോഡ് ഷോയിൽ സ്ഥാനാർത്ഥിയോടൊപ്പം പങ്കെടുക്കുകയുണ്ടായി. ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. അത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. നമുക്കതിനോട് വിയോജിക്കാം, പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ല. ആ കാര്യത്തിൽ അദ്ദേഹത്തിനുള്ള അതേ അവകാശമാണ് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാനും കലാസാഹിത്യ രംഗത്തുള്ള ഒരാൾക്കുള്ള അവകാശം. ഭഗവാന്റെ മരണം പോലെ ശക്തമായി തന്നെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കുകയും അതിലെല്ലാം മനുഷ്യപക്ഷത്തുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്ത എഴുത്തുകാരിയാണ് മീര. കേരളീയ പൊതുസമൂഹം ആ നിലപാടിനെ അംഗീകരിക്കുകയും അതിനെ പ്രതീക്ഷയോടെ നോക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദയാക്കാനുള്ള നീക്കം അപലപനീയമാണ്. അത് തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസം കഴിഞ്ഞു പോകും. പക്ഷേ ഇത്തരത്തിലുള്ള സാംസ്കാരിക രംഗത്തെ മലീമസമാക്കുന്ന ആക്രമണോത്സുകമായ ഹിംസോന്മുഖമായിട്ടുള്ള ഇടപെടലുകൾ അത് അപലപിക്കപ്പെടേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ്. രാഷ്ട്രീയ നേതൃത്വം ഇത്തരത്തിലുള്ള മനോരോഗികളെ നിലയ്ക്ക് നിർത്താൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ ഇതിനെ വിലയിരുത്തുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ കൽബുർഗി ആവട്ടെ, ഗോവിന്ദ പൻസാരെ ആവട്ടെ, നരേന്ദ്ര ധാബോൽക്കർ ആവട്ടെ, ഗൗരി ലങ്കേഷ് ആവട്ടെ, അവർക്കൊക്കെ സംഭവിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ കൊന്നിട്ടില്ല, പക്ഷേ ഇവിടെ കൊല്ലുന്നത് പോലെ അധിക്ഷേപിക്കുക, ഭീഷണിപ്പെടുത്തുക, അശ്ലീലം പറയുക, തെറി വിളിക്കുക, അപവാദം പറയുക, അങ്ങനെ മാനസികമായി ആക്രമിച്ച് നിശബ്ദയാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൽബുർഗിയുടെയൊക്കെ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഭഗവാന്റെ മരണം വരുന്നത്. മതനിരപേക്ഷ ബഹുസ്വര സമൂഹത്തിന് പ്രതീക്ഷ നൽകിയ ഒരു മഹത്തായ കൃതിയാണത്. അപ്പോൾ അങ്ങനെ എഴുതിയ, അങ്ങനെ ഒരു കൃതിക്ക് ജന്മം നൽകിയ എഴുത്തുകാരിക്കെതിരെ വർഗീയവാദികൾ, ഫാസിസ്റ്റുകൾ ശബ്ദമുയർത്തുക സ്വാഭാവികമാണ്.
എന്നാൽ അവരൊരു അഭിപ്രായം, ജനാധിപത്യ ഇടത്തിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയതിന് UDF-ൻ്റെ, കോൺഗ്രസിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ അതിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തുകയും അതിൻ്റെ ചുവട് പിടിച്ച് പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള സംസ്കാരരഹിതമായ ആക്രമണം നടത്തുകയാണ് അവരുടെ അനുയായികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർത്തും അപലപനീയമാണ്. ജനാധിപത്യത്തിൽ ഇത്തരത്തിലുള്ള ഭീഷണികൾക്കോ വെല്ലുവിളികൾക്കോ അശ്ലീലത്തിനോ തെറിവിളിക്കോ ഒന്നും ഇടമില്ല. ആരോഗ്യകരമായ രാഷ്ട്രീയ സംവാദം നടത്താൻ തയ്യാറായി വരണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് ഇവരോടൊക്കെ ഉള്ളത്.